നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെ പ്രതികരണവുമായി ബിഗ് ബോസ് താരം അഖിൽ മാരാർ. ദിലീപിനെ തുടക്കം മുതൽ പിന്തുണച്ച വ്യക്തിയാണ് അഖിൽ. എന്തുകൊണ്ടാണ് താൻ ദിലീപിനെ ഈ കേസിൽ പിന്തുണയ്ക്കുന്നതെന്ന് അഖിൽ തന്റെ ഫേസ്ബുക്കിൽ വിശദീകരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും താൻ അറിഞ്ഞ സത്യങ്ങൾ, കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കളിച്ച കളികൾ, ഇതെല്ലാമാണ് അതിന് കാരണം എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെ: ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്ത അയാൾക്ക് ഇനിയുള്ള ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അറിയാം. എന്റെയോ സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിക്കുന്ന ആരുടെയും ആവശ്യം അയാൾക്കില്ല. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് ദിലീപിന് വേണ്ടിയല്ല, എനിക്കു വേണ്ടിയാണ്. എന്റെ ചിന്തകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ, കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കളിച്ച നാറിയ കളികൾ, അതിന്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പം നിലനിൽക്കുക എന്ന നിലപാട് എന്നെ കൂടി സ്വീകരിപ്പിച്ച എന്റെ ന്യായങ്ങൾ. ഇവിടെ ചില സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പൾസർ സുനി ആരും പറയാതെ എന്തിനിത് ചെയ്തു? അതെന്താ, പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്നു തൊട്ടാണ് വന്നത്? പൾസർ സുനി മുൻപും ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി 5 ലക്ഷം വരെ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്തു വാങ്ങിയ കേസുണ്ട്. അതുകൊണ്ട് സുനിക്ക് സ്വന്തമായി ചെയ്യാം, ഇനി മറ്റാർക്കു വേണ്ടിയും ചെയ്യാം. ചെയ്തിട്ട് ദിലീപിന്റെ പേര് പറയുകയാവും ലക്ഷ്യം. അഖിൽ മാരാർ പറയുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലർ എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ നടിയെ പീഡിപ്പിച്ചത് XUV 500 എന്ന കാറിൽ വെച്ചാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ കാറിന്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക. എന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക. ഏതുതരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് സ്വയം ബോധ്യപ്പെടുക. അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക. രാത്രിയിൽ എത്ര വെളിച്ചം 2017 ഒരു മൊബൈൽ ക്യാമറയ്ക്ക് ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കുക. പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുക. ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ചു, ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ചു തുടങ്ങിയ സാധ്യതകളെ ഇത്തരം കാര്യങ്ങൾ കൂടി വെച്ചിട്ട് വേണം വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെയാണ് കോടതി സുനി ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിക്കുവാൻ കാരണമായതും. ഇനി സ്വയം ചിന്തിക്കുക, ഇത്രയും വിവരം കെട്ട ഒരു പ്ലാനിംഗ് 1.5 കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ? ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ? മൂന്നാമതായി പൊതുവെ ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യം മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യയെ കെട്ടിയ ക്രൂരനായ ദിലീപ് എന്നതാണ്. ദിലീപ് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചതെന്ന്, അതിനുള്ള കാരണം മഞ്ജുവിന്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറം ലോകം നടിയുടെ ചെയ്തികൾ അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നടത്തിയതാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നാളിതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. നാലാമത്തെ ചോദ്യം കാവ്യയെ എന്തിന് കെട്ടി എന്നതാണ്. 2012 വിവാഹബന്ധം വേർപെടുത്തി 4 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ തന്റെ പേരിൽ ജീവിതമില്ലാതായ ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുന്നത് ഈ രാജ്യത്ത് ഒരു മഹാപരാധമാണോ? കാവ്യയെ കെട്ടിയില്ല എങ്കിൽ ഈ കേസ് പോലും വരില്ല എന്നതാണ് സത്യം. 2012 വിവാഹബന്ധം വേർപെടുത്തി 2016 കാവ്യയെ കെട്ടി സിനിമയിൽ കരുത്തനായി തുടരുന്ന ഒരാൾ 2017 സിനിമയിൽ നിന്നും സ്വാഭാവിക പുറത്താവലിനടുത്തെത്തിയ ഒരു നടിയെ മുകളിൽ പറഞ്ഞ വിഡ്ഢിത്തരം നിറഞ്ഞൊരു പ്ലാൻ തയ്യാറാക്കി പുറത്താക്കുമെന്ന് സാമാന്യബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പണം ചോദിച്ചുള്ള ബ്ലാക്ക്മെയിലിംഗ് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ദിലീപ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആരെയെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി താൻ കൂടിയായിരുന്നു എന്നും അഖിൽ മാരാർ പറഞ്ഞു വെക്കുകയാണ്. നാളിതുവരെ ദിലീപോ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും തന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. 5 പൈസ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്തിട്ടുമില്ല. കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്നതു മാത്രമായിരുന്നു. ഇത്രയും എഴുതിയത് തന്റെ നിലപാടിൽ തനിക്ക് ജയിക്കുവാനും മാന്യത ചമഞ്ഞു നടക്കുന്ന നാറികളെ സമൂഹം തിരിച്ചറിയുവാൻ ആർക്കെങ്കിലും ഒരു പ്രേരണയുണ്ടാക്കുവാനും സാധിക്കട്ടെ എന്ന് കരുതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാറുടെ സോഷ്യൽ മീഡിയ കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.